My dear CA interest students, you know that you are preparing at the last stage of your പ്രിപ്പറേഷനിലാണ് നിങ്ങളുള്ളതെന്നറിയാം. ഈ സമയത്ത് എനിക്ക് ലാസ്റ്റ് ഡേ പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ചില ഏരിയാസിനെ പറ്റിയാണ്, ചില ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ്. ക്വിക്ക്ലി വീഡിയോയിലേക്ക് വരാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് നാച്ചുറൽ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് മീനിങ് ഓഫ് ഓഡിറ്റും മാൻഡറ്ററി ആണോ വോളണ്ടറി ആണെന്നുള്ളൊരു ഏരിയ ഉണ്ട്. മാൻഡറ്ററി ഓഡിറ്റ്, വോളണ്ടറി ഓഡിറ്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. അതുപോലെ ഓഡിറ്റ് വേഴ്സസ് റിവ്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇതെന്തായാലും നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ 2ലേക്ക് വരികയാണെങ്കിൽ ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഏരിയ ഉണ്ട്, വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ കുറച്ച് ലാസ്റ്റ് ആയിട്ട് സാമ്പിൾ ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ഒരു എക്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അത് തൊട്ട് വർഷത്തിൽ അവർ RTPയിൽ ചോദിച്ചിരുന്നു. ഓൾസോ ഒന്ന് നോക്കാം, പലരും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 3 റിസ്ക് അസസ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഫോക്കസ് പോകേണ്ടത് 315-ഉം 330-ലേക്കുമാണ്. 315-ലും 330-ലും ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. What are the controls relevant to the audit? What are the risk assessment procedures to obtain evidence about design and implementation of relevant control? ഓഡിറ്റ് റിസ്ക് എന്താണത് കവർ ചെയ്യുന്നത്, എന്താണത് കവർ ചെയ്യാത്തത്, ഓർമ്മ ഉണ്ടാകുന്നിരിക്കുന്നു. കൺട്രോൾ റിസ്ക്, ഇൻഹറന്റ് റിസ്ക് തുടങ്ങിയ കാര്യങ്ങൾ, ഡിറ്റക്ഷൻ റിസ്ക്, ദെൻ കമ്പണൻസ് ഓഫ് ഓഡിറ്റ് റിസ്ക്. അതുപോലെ ഓട്ടോമേറ്റഡ് എൻവയോൺമെന്റ് കുറച്ചൊരു പ്രൊമിനൻസ് കൊടുത്തോളൂ. എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള കുട്ടികളാണെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കി വെക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് an auditing environment, ജനറൽ IT കൺട്രോൾ വേഴ്സസ് ആപ്ലിക്കേഷൻ കൺട്രോൾ ആൻഡ് വാട്ട് ആർ ജനറൽ IT കൺട്രോൾസ്. ഇത്രയും ഭാഗങ്ങളെങ്കിലും നോക്കി വെക്കാം. ഇത് കൂടാതെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഓട്ടോമേറ്റഡ് എൻവയോൺമെന്റിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആഫ്റ്റർ ചാപ്റ്റർ 3 തന്നെ 320 മെറ്റീരിയാലിറ്റി, പെർഫോമൻസ് മെറ്റീരിയാലിറ്റി, അതുപോലെ തന്നെ ബെഞ്ച് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ഉണ്ട്, നോക്കാം. While performing audit, auditor makes a judgment about size of misstatement. What does this provide basis for? When is materiality and audit risk considered? ഈ ഒരു ഏരിയാസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകണം. നൗ ചാപ്റ്റർ 4ലേക്ക് വരുന്നവരെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ നാച്ചുറൽ ഡിഫറൻസ് കാണാം. ഇതൊക്കെ നമ്മൾ MCQലോ മറ്റോ കേസിലായിട്ട് വന്നേക്കാം. വാട്ട് ആർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്, അതായത് ഓഡിറ്റ് എവിഡൻസ് കിട്ടാനുള്ള പ്രൊസീജിയേഴ്സ് നോക്കാം. SA 501-ൽ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇൻവെന്ററി. ലിറ്റിഗേഷൻസ് സെഗ്മെന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ബട്ട് കുറച്ചൊന്ന് സ്ട്രെസ് കൊടുത്തേക്ക് ഇൻവെന്ററിക്ക്. ഇൻവെന്ററിയിൽ മനസ്സിലാക്കുക വാല്യുവേഷൻ അല്ല, കണ്ടീഷൻ ആണ് നമ്മൾ നോക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ എക്സിസ്റ്റൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് SA 505-ൽ നെഗറ്റീവ് കൺഫർമേഷൻസ്, പോസിറ്റീവ് കൺഫർമേഷൻ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബൈ ഓഡിറ്റർ, ഡിസൈനിങ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്നുള്ള ഭാഗം നോക്കണം. After that, SA 510-ലേക്ക് വരുന്ന സമയത്ത് what are the procedures adopted by auditor to obtain audit evidence regarding opening balance, reporting regarding opening balance if there is no audit evidence, there is misstatement in the opening balance, how to get audit evidences regarding the opening balance of current asset, non-current asset and liabilities. Important ആണ്, ടെക്സ്റ്റ് ബുക്കിൽ സെയിം ഹെഡിങ് ഉണ്ട്, ഒന്ന് നോക്കിയേക്ക്. 510-ലേക്ക് വരുന്ന സമയത്ത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ്, ടെക്നിക്സ്, അതുപോലെ തന്നെ സ്യൂട്ടബിലിറ്റി, അതുപോലെ തന്നെ ഡാറ്റ ആൻഡ് റിലയബിലിറ്റി സെഗ്മെന്റ് നോക്കാം, റിവൈസ് ചെയ്യാം. നൗ 530-ലേക്ക് വരുന്ന സ്ഥലം സ്റ്റാറ്റിഫിക്കേഷൻ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതുപോലെ തന്നെ വാട്ട് ഷുഡ് ഓഡിറ്റർ കൺസിഡർ ഫോർ ഡിസൈനിങ് ആൻഡ് ഓഡിറ്റ് സാമ്പിൾ. ഇനി 550-ലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാമ്പിൾസ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റിംഗ് എ പ്രസൻസ് ഓഫ് കൺട്രോൾ ഓർ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്, ഹൗ ക്യാൻ ആൻ ഓഡിറ്റർ വെരിഫൈ ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആൻഡ് ട്രാൻസാക്ഷൻ. ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കുറെ പോയിന്റ്, ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു ഏരിയ നോക്കാം. ഇനി ചാപ്റ്റർ നമ്പർ 5 ഔട്ട് ഓഫ് FS-ലേക്ക് നമ്മൾ MTPയിൽ ചില സെക്കൻഡ് MTPയിലൊക്കെ 20 മാർക്സ് കൂടുതലൊക്കെ വന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തോ കാര്യങ്ങൾ നോക്കണമെന്ന് നോക്കി വെച്ചാൽ ഡിവിഡൻഡ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ്. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് അസേഷൻസിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ഏരിയാസ് ഉണ്ട്. എൻ്റെ ക്ലാസ് കേട്ട കുട്ടികളാണെങ്കിൽ അതിൽ പിന്നെ ഇൻകം എക്സ്പെൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അസറ്റ് ലയബിലിറ്റി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, നോക്കി വെക്കുക. വൗച്ചിങ് വെരിഫിക്കേഷൻ എന്നാണ് നോക്കി വെക്കുക. കമ്പനി ഓഡിറ്റിൽ 140 സെക്ഷൻ ഒന്ന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തേക്ക്. നൗ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും പർപ്പസ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്തായാലും നോക്കി വെക്കാം. After that, chapter 7-ലേക്ക് വരുന്ന സമയത്ത് 560-ൽ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സബ്സിക്വന്റ് ഇവന്റ് ബിറ്റ്വീൻ FS ആൻഡ് AR. അപ്പോൾ തന്നെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് സബ്സിക്വന്റ് ഇവന്റ് ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് AR ആൻഡ് ഇഷ്യൂൻസ് ഓഫ് ഫിനാൻസ് FS. 560 ഹൈ പ്രോബിലിറ്റി ആണ് ഈ അറ്റംപ്റ്റിൽ, ശ്രദ്ധിച്ച് നോക്കിയിട്ടൊന്ന് പോയിക്കോ. പിന്നെ അതിൽ ചെറിയ ഏരിയാസ് കുറച്ച് ഡൗട്ട് വരുന്ന രീതിയിലുള്ള റൈറ്റിംഗ്സ് ഉണ്ടാവും, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സെഗ്മെന്റ് ഒന്ന് നോക്കുക. നോട്ടുള്ള കയ്യിൽ കുട്ടികൾ നന്നായിട്ട് നോട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് റിലാക്സ് ആയിട്ട് പോയാൽ മതി. 450-നകത്ത് what to get from management if there are uncorrected misstatements, evaluation of uncorrected misstatements. Uncorrected misstatements important ആയിരിക്കും.
517 അകത്ത് എക്സാമ്പിൾസ് ഓഫ് ഈവൻസ് ഓർ കണ്ടീഷൻ ദാറ്റ് മേ കാസ് സിഗ്നിഫിക്കൻറ്റ് ഡൗട്ട് ഓൺ എൻറ്റിറ്റീസ് എബിലിറ്റി ടു കണ്ടിന്യൂ ആസ് ഗോയിങ് കൺസേൺ ഫിനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് അതേഴ്സ് നോക്കി നോക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി നോക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളുണ്ട്, നോക്കാം. വാട്ട് ഷുഡ് ദ ഓഡിറ്റർ ഡു വെൻ എഫ് എസ് ആർ ആസ് പെർ ഗോയിങ് കൺസേൺ ആൻഡ് ദർ ഈസ് എ മെറ്റീരിയൽ അൺസർട്ടനിറ്റി? Now see, 701 like on സമയത്ത് I'm coming to chapter 8, how to determine key audit matters, KM. Scope of key audit matters, very important. അതുപോലെ തന്നെ അവിടെ അതൊരു 705നോ 570ക്കോ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ എൻഫോഴ്സ് ഓഫ് മാറ്റർ, അതർ മാറ്റർ പാരഗ്രാഫും. അതുപോലെ തന്നെ 710ൻ്റെ അകത്ത് ഈ ഒരു ഏരിയ ആണ് കുറച്ചൊരു പ്രൊമിനൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെയും ഇതിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഓൾറെഡി നിങ്ങൾ നോക്കിയവരാണെങ്കിൽ when prior period FS are not audited, what should the auditor do? അതുപോലെ തന്നെ when the reporting on prior period financial statements, the auditor's opinion differs of that of auditors of prior period, what to do when prior period FS is done? ഇതന്നെ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട, നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഏരിയസ് നോക്കാം. ഇനി ചാപ്റ്റർ 9 സ്പെഷ്യൽ ഓഡിറ്റിൻ്റെ അകത്ത് ഗവൺമെന്റ് കമ്പനിയാണ് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഓഡിറ്റ്സ്, പാർട്ണർഷിപ്പ് ഫേം, LLP, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഈ 5 ഏരിയസ് ഒന്ന് ഫോക്കസ് ചെയ്തേക്ക്. ഇനി ചാപ്റ്റർ 11ലേക്ക് വരുന്ന സമയത്ത് വി ആർ എക്സ്പെക്ടിങ് SA 210, അതുപോലെ തന്നെ ത്രെഡ്സ് ടു ഇൻഡിപെൻഡൻസ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് നോക്കുകയാണെങ്കിൽ 299, 330, 510, 530, 550, 560, 570, 700 സീരീസ്. ഓട്ടോമേറ്റ് എൻവയോൺമെന്റിലെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കോപ്പറേറ്റീവ് സൊസൈറ്റി, ബാങ്ക് ഔട്ട്, ഗവൺമെന്റ് ഓഡിറ്റ്, ഇത്രയെങ്കിലും എന്തായാലും നോക്കണം. ഓക്കെ ആണെന്ന് കരുതുന്നു. നൗ ജസ്റ്റ് റിലാക്സ്. ലാസ്റ്റ് മൊമെന്റ് ആണ്, ലാസ്റ്റ് വൺ ഡേ ആണ്. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് കാണും മക്കളെ. ആ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ അല്ലേ? സോ ഞാനിനി ലേറ്റ് ആക്കുന്നില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. സ്റ്റഡി വെൽ.